ഇന്ന് വെള്ളം വരുമായിരിക്കും എന്നാണ് അറിവ്. ഇന്നും പേരയ്ക്ക വേണോ? ഇന്നും രാവിലെ ഉണ്ടോ ഓരോന്നല്ലേ? എന്നാ ശക്തിയില്ലേ? അത് വരുന്നോളായിരിക്കും. അത് ഒറ്റ ഇതേ ഉള്ളൂ, തിരിച്ച് ഓഫാകത്തേ ഉള്ളൂ. വരുന്നേ ഉള്ളൂ വെള്ളം, അതാ ഓഫാക്കണ്ട. ഏതൊക്കെ കഴിഞ്ഞ് പറഞ്ഞു. ആദ്യമായിട്ട് വെള്ളം വന്നു. അത് പക്ഷെ വീട്ടിൽ കിട്ടത്തില്ലല്ലോ, വഴി പോയി പിടിക്കണം. ആ വെള്ളം വീഴുന്ന ഒച്ച കേട്ട് കുറച്ചാ പുള്ളി ആദ്യം കേൾക്കുമല്ലേ. 8 മണിന്ന് പറഞ്ഞാൽ 8, 10, 8:15 വരുമല്ലേ. കുറഞ്ഞ ക്ലോർ ഇട്ടുണ്ടല്ലോ എൻ്റെ അമ്മോ. പിന്നല്ല മണം അടിക്കുന്നുണ്ടോ? ക്ലോർ ഇട്ടാ എങ്ങനെയാ തലമുടി പൊടിയും. ഇങ്ങനെയൊന്നും ഇടണ്ട, നീൻ്റെ കാര്യം മിണ്ടിപ്പോരുത്. ഈ കാരണം ആ വെള്ളം വന്നപ്പം പകുതി സമാധാനമായി. ആറ്റി അത്യാവശ്യം വെള്ളം വന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ കുറേ ദിവസം പോയില്ല, അപ്പം വെള്ളമുണ്ട്. പറഞ്ഞോ? ഇപ്പൊ കൂടുതലാണോ? ആ വഴിക്ക് വന്നാലോ, ഇരിക്കട്ടെ. പൗഡർ കൂടിപ്പോയി. ഓടട്ടെ, ഇനി എന്തെടുക്കാനുണ്ടാവുക? ഓടൊക്കെ പിന്നെ ആട്ടെ, സമയമില്ല, താമസിച്ചു. ശ്രദ്ധിക്കുന്ന പോലുമില്ല. മഴയല്ല, വെള്ളം കിട്ടി, അതന്നെ വലിയൊരു സമാധാനം. ഓ, അടുത്ത വെള്ളം വരുന്നതിന് മുന്നേ അവർ ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ട്, കൂടുതലുണ്ട്. ഞാൻ മീരയുടെ അടുത്ത് പോകാതെ 26 വന്നു. ഇവിടെ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ സ്ഥാപനമുണ്ട്, അവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഒരു ഹെൽപ്പറായിട്ട് എന്ന് വെച്ചാൽ വ്യൂ നോക്കി സൂപ്പർ. നമ്മുടെ ഫോമൊക്കെ ഫില്ല് ചെയ്യാനും ഒക്കെ ഇരിക്കാൻ വേണ്ടി എന്നെ ഒന്ന് വിളിച്ചു. അങ്ങോട്ട് പോവാണ്. ശ്യാമളമ്മയുടെ അച്ഛൻ്റെ അനിയൻ്റെ ആണോ ചേട്ടൻ്റെ ആണോ മകൻ്റെ മകനാണ്. അന്നേരം വേറൊരു ബ്രദറിൻ്റെ ഒരു തയ്യക്കടയുണ്ട് അവിടെ. 2 പേരും അടുത്തടുത്ത് തന്നെയാണ്. അങ്ങോട്ടൊന്ന് പോയി
ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് തിരിച്ച് മീരക്കുട്ടിയുടെ അടുത്ത് പോയേക്കാം. മീരയോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി വിളിച്ച് പറയണം. താമസിച്ച് അവളെ വല്ല പള്ളിക്ക് പിടിക്കും. സേവന ടൈലേഴ്സാണ് എൻ്റെ ബ്രദറിൻ്റെ. അയ്യോ എന്താ മോനെ നിങ്ങളിങ്ങനെ ശബ്ദമില്ലാതെ ഇരിക്കുന്നത് ഞാനറിഞ്ഞോ? ജോലിക്ക് പോയി പുതിയ ചാനലൊക്കെ തുടങ്ങി. എന്നായിരുന്നു? കാഞ്ഞിരപ്പള്ളി അല്ലല്ല, രാജേഷ് ആ കാഞ്ഞിരപ്പള്ളി ഇല്ലല്ലോ. ഇല്ല. ആ 26 മൈല്. അതൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല. 500 രൂപ തെളിഞ്ഞ് കാണാൻ കേട്ടോ. അതേ അവിടെ എല്ലാം പറഞ്ഞു. രണ്ടിനും പ്രാന്താ. 3 മണി കൂടി എറണാകുളം കൊച്ചിൻ എയർപോർട്ട്. ആരാ ഇവർക്ക് നല്ല സുഖം. ഇവർക്ക് ഇവിടെ ഭർത്താവിന് ഒരു പണിയില്ല. ഇത് കണ്ടോ? പിന്നെ ഞാൻ വന്നപ്പോ ഒന്ന് കാണണമായിരുന്നു. അറിയാവോ? 500 മാറ്റിയോ? കാണാൻ വേണ്ടിയില്ലേ? ഈ കുട എൻ്റെ ആണോ? എൻ്റെ ആണോ കുട? എറണാകുളം 3 മണിക്കൂർ ചെല്ലുന്നത്. സമയം എത്രയെന്ന് വെച്ചാൽ 3 മണിയാകുമ്പോൾ ചെല്ലുമോ? ഇതെണ്ണോ 12 കഴിഞ്ഞു. ഓ എന്തുവാ ഇതിപ്പോ 2 ഡ്യൂട്ടി ഉണ്ടോ? എങ്ങനുണ്ട് പൂഞ്ഞാർ? എങ്ങനുണ്ട്? ഡയറി ഒരെണ്ണം അത്യാവശ്യം. ഞാനിങ്ങനെ കല്യാണത്തിന് ഡേറ്റ് ഒക്കെ എഴുതി വെക്കാണ്. താങ്ക് യു. ഇത്
ആങ്ങളമാരുണ്ട്. ആണോ? ആ. ഇവിടെ കുറെ ഉണ്ട്. കുറെ എണ്ണങ്ങളുണ്ടല്ലോ. ആണല്ലേ? പിന്നെ ഞാൻ ഉണ്ട്. എനിക്ക് 3-4 സാരി ഡ്രൈപ്പിംഗ് ഉണ്ട്. ഞാൻ ചെയ്തോണ്ടിരിക്കുകയും കണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ അതെന്നാ പറയും, കുറെ സുന്ദരികൾ നിന്ന കൂടെ ഞാനിവിടെ കാണാൻ പോവാ. നമ്മളെ ആരുമില്ല, നമ്മളിപ്പോൾ നമ്മളെ കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞ അതേ എടുത്തോളാം കേട്ടോ. ചേച്ചിയാണ് ഇവിടുത്തെ കടയിൽ ഇപ്പോ. സിജോ എന്തേ? ആണോ? അത് ശരി. എന്നിട്ട് ആ ചേച്ചി വന്നോ? ചേച്ചി ഇന്റർവ്യൂനാണോ? ഇന്നോ? അവിടെ ഉണ്ടോ? പോയി. പോയോ? രണ്ടുപേരെ ഒക്കെ അറിയത്തില്ല. നിങ്ങൾ കൊറേ നേരമായല്ലോ, ഒരു വെള്ളം കുടിച്ച് നിൽക്കാമോ? എനിക്ക് തോന്നുന്നു ചേച്ചി അയ്യോ കുപ്പി താഴെ വീണ് പൊട്ടിയാല് അയ്യോ ഇടക്കുന്ന കാലത്ത് ഞാൻ ഇപ്പോഴും കർഷകന്റെ സോഡാ കുപ്പി പൊട്ടി എന്റെ കൊല്ലം മാറി. ആണോ? പോലെ ഇരിക്കുന്ന കുപ്പി ഇതാ. അണ്ണൻ കയറി പോലെ വരുവാണോ? ഇങ്ങനെ ഹൈദരാബാദ് വെള്ളക്കച്ചവടം വല്ലതാണോ? ഇതെന്നാ അണ്ണാ? ഈ വണ്ടി കൊണ്ട് പൂനെക്ക് പോവാ. ആണോ? ആ ഇവിടെ നിർത്തിയാ മതി. ഇവിടെ നിർത്തിയാ മതി. ഞാൻ ഇവിടെ അപ്പുറത്തോട്ട് കിടന്നോളാം. പിന്നെ ഓക്കെ. ഇനി മീരയുടെ അടുത്ത് പോകണം, ഇല്ലെങ്കിൽ അവളെന്നെ ഓടിക്കും. ഇനി വരണ്ടടിയെന്ന് പറയും. സവിതയുടെ പാർലർ സവിതകളുണ്ടെന്ന് തോന്നുന്നു. ടാറ്റാ. അയ്യോ ശ്യാമ താഴെ ഉണ്ടോ? ഞാൻ വരുമ്പോളെ അമ്മ പറയാം. കേട്ടോ, ഇവിടുന്ന് ഒരു 37 ഇഞ്ച് ഇറക്കത്തിന് ലൈൻ്റെ മറ്റേ ഫ്രണ്ടിന് മുകളിലോട്ടുള്ള ലൈന്. അത് കഴിഞ്ഞ് ഒരു 1.25 ഇഞ്ച് 1.5 ഇഞ്ച് വരുന്ന വള്ളിക്ക് എന്നിട്ട് ഇങ്ങോട്ടുള്ള കട്ട് ചെയ്യും. എന്നിട്ട് ഈ കിട്ടുന്ന ഭാഗമില്ലേ, ഇത് രണ്ടായിട്ട് മടക്കുക. ഇതാണ് നമ്മൾ ഫ്രില്ലിന് എടുക്കുന്ന ഭാഗം.
ടോട്ടൽ 4 പീസ് വേണം. 4 കൂട്ടി ജോയിൻ ചെയ്തിട്ട് ഇതിലടിക്കും. ഇനി ഈ വള്ളിക്കുള്ളത് മുറിച്ച് മാറ്റാം. നമ്മൾ ഇപ്പം തയ്ക്കാൻ പോകുന്ന മീഡിയം സൈസാണ്. ഷോൾഡർ ഒരു 6 മതി. ഷോൾഡർ 6, താഴേക്ക് ആം ഹോളിൻ്റെ ഡെപ്ത് 6 അടയാളപ്പെടുത്തുക. അതിൻ്റെ ഒന്ന് ചെസ്റ്റ് വരുന്നത് 8.5 8.5 ഇഞ്ച്. ഒന്ന് ചെസ്റ്റ് പോയിൻ്റ് 9 ആണ്. 9 ഇടവണ്ണം ഒരു 8.5 ഒക്കെ ഇട്ടാൽ മതി. നമ്മൾ വള്ളി വെക്കുന്നുണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് ഇതിങ്ങനെ യോജിപ്പിച്ചിട്ട് താഴേക്ക് ഇങ്ങനെ ഏതെങ്കിലും പോലെ കൊടുക്കുക. ഇതിനൊരു 1.5 ഇഞ്ച് കയ്യിൽ തുമ്പ്. ആം ഹോള് വരയ്ക്കുക ഇങ്ങനെ. പിന്നെ ഈ മിച്ചമുള്ള ഭാഗത്ത് നമ്മൾ സ്ലീവ് അടയാളപ്പെടുത്തുന്നത്. സ്ലീവ് ഒരു 6 ഇഞ്ച് ഇറക്കുക. ആം ഹോള് 9 മതി. ഇവിടുന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് കയ്യിൽ. ബാക്കിയുള്ള ഭാഗം കഴുത്തടിക്കാനാണ്. കഴുത്തടിക്കാനായിട്ട് കൈയായി കഴുത്തായി. ഒരു 2.5 ഇഞ്ച് കഴുത്തകലം. ഇത് ബാക്കിനേക്കാണ്. 2.5 ഇഞ്ച് താഴേക്ക് ഇറക്കം, 4 ഇഞ്ച് ഇറക്കം. 4.25 ഇട്ടാൽ തയ്യൽ തുമ്പെല്ലാം പോയിട്ട് നമുക്ക് 4 ഇഞ്ച് കഴുത്തിറക്കും. ഇതിന് ടക്കൊന്നും വേണ്ട. നമ്മൾ വള്ളി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ടക്ക് ഇല്ലായിരുന്നു. ബാക്കിനേക്കാണ്. അടുത്തത് ഫ്രണ്ടിന്. അതും 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 6 ഇഞ്ച് ഇറക്കം. 6 കൊണ്ട് ഒരു 5 ഇട്ടാലും മതി. 6 ഇട്ടാൽ 5 കിട്ടും. ചെറിയ ആളല്ലേ. ഇത് വട്ടക്കഴുത്താണ്. കണ്ടോ? ചെറു വെട്ടേണ്ടത് തന്നെ ഒരെണ്ണം പെട്ടിക്ക്. ഇതൊക്കെ തുണി എടുക്കും. നാടിനെ ചരിച്ചവൻ നിന്നിട വീണ്ടും ശ്രീമാൻ പി സി ജോർജ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഊഞ്ഞാറും ഊഞ്ഞാൽപ്പറ്റേക്കലും ഞാൻ ടാറ്റ കൊടുക്കുവേ. പിന്നാലെ വരുന്നത് പറഞ്ഞിട്ട് ആ കാറിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഫോൺ പരിപാടിക്കും
താമരയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ചരിത്രപരമായ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കുവാൻ നാട്ടിലെ പ്രബുദ്ധരായ സമ്മതിദായകരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തന്റെ സമ്മതിദായകരെ, തന്റെ പ്രിയപ്പെട്ടവരെ, അമ്മപെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും വേണ്ടി നാടിന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി PC ജോർജ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പരിപാലനമായ പൂഞ്ഞാറിന്റെ മണ്ണിന് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 50 വർഷം പുറകിലേക്ക് നയിച്ചവർക്കാണോ നാം വോട്ട് നൽകേണ്ടത്? മറിച്ച് പൂഞ്ഞാറിന്റെ കോടത്തലവൻ ശ്രീമാൻ PC ജോർജ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. NDA സ്ഥാനാർത്ഥിയായി സന്തോഷം മീരുടെ മുഖത്ത് കാണിച്ച്. ഷാജി അമ്മാവൻ വന്നത്. നല്ല നല്ല കഴിക്കാം. ഞാൻ വേറൊരു പാറ്റേൺ തയ്ക്കാനാണ്. ആദ്യം വേറൊരു തുണിയെ തയ്ച്ച് നോക്കിയിട്ട് ഇത് തയ്ക്കാം. ഇതിൽ ഈ ബ്ലൂ ഷെയ്ഡ് തുണി കൊടുത്തിട്ട് എൻ്റെ ആവി രക്ഷയില്ല. PC ജോർജിൻ്റെ ബാനർ. വീഡിയോ കോൾ ചെയ്യാമോ? എനിക്കിത് കാണാനാണ്. ഒരു നിൻ്റെ മോനോ? അങ്ങോട്ട് വരുവാന്ന് പറ. പിന്നെ അതിനകത്ത് ഒരെണ്ണല്ലേ ഉള്ളൂ? എത്ര ഉണ്ട്? 4 രാത്രി തയ്ക്കുവോ? കൈയിങ്ങോട്ട് പാങ്ങായി വരണം. തയ്ക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വൃത്തിയിൽ പത്തണം വരണ്ടേ. ഇവിടെ നല്ല ഇടയിൽ നിന്ന് തയ്ച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് തയ്ക്കുമ്പോൾ ഇടയില്ലാത്തതുകൊണ്ടുണ്ടല്ലോ പ്രശ്നമാണ്. വീട്ടിൽ ഇടയുണ്ടല്ലോ. വീട്ടിൽ നല്ല ഇടയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മുരിങ്ങയില ഉണ്ട്. എനിക്ക് കറിവേപ്പില കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വേപ്പ് ഞാൻ ഒരു 100 തവണ അശ്വതിയോട് ചോദിച്ചു. ഹലോ, ഇറങ്ങാൻ തുടങ്ങുക. ഇറങ്ങിയിട്ട് വിളിക്കാവോ? SNDP അമ്പലം കേട്ടോ. ഇറങ്ങാൻ തുടങ്ങുക. ഇറങ്ങിയിട്ട് വിളിക്കാം. പാലാടി നേട്ടോണ്ട് വരണ്ടേ. ഇല്ലി വയറ് കൊള്ളാം. പോയേക്കട്ടെ. ടാറ്റ. നാളെ കാണാം. ഓക്കെ. ഇത് രമ്യ ചേച്ചിയുടെ വീഡിയോ എടുത്തോണ്ട് ഇതാണ് ഞങ്ങളുടെ ചോറ്റിയിലെ രമ്യ. നല്ല ചൂടായിരുന്നേ. തലവേദന എടുത്തിട്ട് വയ്യ. ചൂട് കൂടിയിട്ട് എൻ്റെ അമ്മേ. അടിപൊളി. സൂര്യനിപ്പോൾ ഉള്ളതാണുള്ളൂ. അടിപൊളി.
ചൂട് കാരണം രക്ഷയില്ല. വെയിലില്ല ഇപ്പം, വെയിൽ കുറഞ്ഞു. 6 മണി കഴിഞ്ഞു. അതാണ് ചൂട് ഭയങ്കരമാണ്. അമ്മ അയ്യോ എൻ്റെ അമ്മ, ഞാൻ ഒരു കയറ്റവും എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴാണ് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. സിംബ ഞാൻ വന്നു. മഴത്തുള്ളികൾ പൊഴിയിടുമി നാട്. അയ്യോ വെള്ളം പോകുന്നു. സന്തോഷം, സന്തോഷ സൂചകമാണ്. അയ്യോ എൻ്റെ അമ്മേ, അമ്മേ ചൂടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചൂടാണ് ചൂട്. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. അമ്മോ ഓക്കെ. Sorry, I can't do that when downtime is on. ഞാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിഷയമാണ്. വീഡിയോ പിടിക്കുമോ? വീഡിയോ പിടിക്കുമോ? ഏകദേശം